മാതാവിനും ദേവകുമാരനും ഒരുപായിരം നന്ദി. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ വരുന്നത് കോഴഞ്ചേരിയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഏപ്രിൽ 18-ാം തീയതി ആയിരുന്നു. അതിന് മുന്നേ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ ബെഹറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ വെച്ച് എൻ്റെ കൂടെയുള്ളൊരു വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗിൻ്റെ കയ്യിൽ കാശ് രൂപം കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ടും കൃപാസന മാതാവിനെ അറിയുന്നതും. അവിടെ മാതാവിൻ്റെ ആ ഒരു കാശ് രൂപം എനിക്കൊരു പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നി. എനിക്കും അത് വേണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, എനിക്കും അതൊന്നും തരാമോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ആകെ 2 എണ്ണേ ഉള്ളൂ, ഒരെണ്ണം എനിക്ക് വേണം, പിന്നെ ഒരെണ്ണം വേറെ ആർക്കോ, അങ്ങനെയാണ് ചേച്ചി പറഞ്ഞത്. പക്ഷേ ഞാനപ്പോൾ ഒരുപാട് ഇങ്ങനെ ആ സമയത്ത് ഞാൻ OET ടെസ്റ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പം എനിക്ക് ടെസ്റ്റിന് സമയം ഭയങ്കര പാടായിരുന്നു. മാർക്ക് കിട്ടുന്ന ചില വിഷയങ്ങളിലൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ എക്സാമിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ കാശ് രൂപം ചേച്ചി എനിക്ക് ഓടിക്കൊണ്ട് തരികയാണ്. എനിക്കെന്തോ നിനക്ക് തരാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു കാശ് രൂപം തരികയാണ്. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് മാതാവിൽ ഭയങ്കര വിശ്വാസം വരുന്നത്. അതിനുശേഷം എനിക്ക് അയറിൻ്റെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇടയ്ക്ക് ചില ഡിലേസൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ആ ഡേറ്റ് പറയുന്ന അതിനോട് അടുത്ത ദിവസങ്ങൾ തന്നെ എനിക്കെല്ലാം സാധിച്ചു വന്നിരുന്നു. അതിനുശേഷം ഞാൻ അയർലൻഡ് പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. വിസ എടുക്കുന്ന ഒരു സമയം വരെ എത്തി. അപ്പം വീട്ടിൽ അമ്മയ്ക്ക് ചെറിയൊരു അസുഖം ആ സമയത്തുണ്ടായി. തല ഇങ്ങനെ വേദനിക്കുന്ന പോലെ, അതേപോലെ ചെവിയിൽ ഇങ്ങനെ മൂളൽ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം വീട്ടിൽ അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കുള്ളത് ഒരു അനിയനാണ്. അപ്പോൾ അത് കാരണം അമ്മയുടെ ആ ഒരു വിഷമവും, അമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് അയർലൻഡിലോട്ടൊന്ന് പോകുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ജോലിയുമാണ്, ഒരുപാട് പേർക്ക് കിട്ടാതെ ഇരിക്കുന്ന ഒരു ജോലിയായിരുന്നു. ആ സമയത്ത് ഇൻ്റർവ്യൂ ഒക്കെ ഫ്രീസായിരുന്നു. എന്നിട്ടും ദൈവം എനിക്ക് തന്നു. ഞാൻ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നൊരു സമയം. അപ്പോൾ ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ വിളിച്ച് സിസ്റ്ററിനോട് സംസാരിച്ച് സിസ്റ്റർ പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കൂ, എന്തെങ്കിലും ഒരു വഴി ദൈവം തെളിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോയി. എൻ്റെ ഹസ്ബൻഡ് അവിടെയായിരുന്നു. അവിടെ ഒരു 3 മാസം ഞാൻ നിന്നു. കാര്യം നമുക്ക് ഒരു ഗ്യാപ്പ്, ഞാൻ നേഴ്സാണ്, അപ്പം ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ദുബായി പോയതാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. 1 മാസത്തിന് ശേഷം തന്നെ എനിക്ക് അവിടെ ഒരു പ്രൈവറ്റിൽ ജോലിക്ക് കയറാനായിട്ട് സാധിച്ചു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ അങ്ങോട്ട് ഒത്തുചേരാൻ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറയുമായിരുന്നു, മാതാവേ, നീയായിട്ട് തന്നെ തന്ന ജോലിയാണിതും, അതുകൊണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, എനിക്കിത് ചെയ്യാനുള്ള കഴിവ് തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നിട്ട് അപ്പോൾ ഒരു സൈഡിൽ കൂടെ എൻ്റെ അയർലൻഡിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ ഈ ഒക്ടോബർ 7-ാം തീയതി ഞാൻ അവിടെ നിന്ന് റിസൈൻ വെക്കുകയാണ് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട്. എൻ്റെ വിസയുടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ വരുന്നതിന് മുന്നേ ആയിട്ട് അന്ന് രാവിലെ എനിക്കൊരു കോൾ വരികയാണ്, ഇതേപോലെ ദുബായ് ഗവൺമെൻറ്റിൽ നിന്ന് നിനക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് പോവുകയാണല്ലോ, അപ്പം എന്ത് ചെയ്യാൻ പറ്റും, അപ്പം പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് വൈകുന്നേരമാണ് ഫ്ലൈറ്റ്. അങ്ങനെ അന്ന് രാവിലെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കിട്ടുമെന്നൊന്നും പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ്, 1 വർഷം 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ മാതാവിൻ്റെ കാശ് രൂപവും ഉടമ്പടി തൈലവും കൊണ്ടാണ് ഞാൻ പോയത്. ഉപ്പും എൻ്റെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കയറുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഇട്ടിരുന്നു, ആരും ചവിട്ടാത്തടുത്ത്. അങ്ങനെ ഞാൻ വേഗം ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നു. പിന്നെ നാട്ടിൽ വരികയാണ്, അയർലൻഡിൻ്റെ പ്രോസസ്സിങ് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഇത് കിട്ടുന്നൊരു ഉറപ്പില്ലാത്ത കാരണം. പക്ഷേ അങ്ങനെ ഇരിക്കെ എനിക്ക് അവിടെ നിന്ന് കോൾ വരികയാണ്. എന്നിട്ടിപ്പോൾ എന്നോട് എത്രയും പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഈ ഡിസംബർ 18-ന് ഞാൻ ദുബായിൽ പോവാണ്, അവിടെ ഗവൺമെൻറ് ജോബ് കിട്ടിയതുകൊണ്ട്. മാതാവിൻ്റെ ഒരു വലിയ കരുണയാണ് അതെനിക്ക് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ. കാരണം എനിക്ക് ഫാമിലിയെ വിട്ട് അത്ര ദൂരം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേപോലെ അമ്മയ്ക്ക് ചെറിയൊരു അസുഖം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പക്ഷേ അവർ ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു അത് സർജറി നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ MRI എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ചതുപോലെ, അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് പറഞ്ഞിരുന്നത് പോലെ തന്നെ അമ്മയുടെ അത് പൂർണ്ണമായി മാറി. അമ്മയ്ക്കിപ്പം സൗഖ്യം കൊടുത്തു. മാതാവ് ഇവിടെ എൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഇതിനും പുറമായിട്ട് ഒരുപാട് വലിയ ചെറുതുമായിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ എനിക്ക് വേറെയും പറയാനുണ്ട്. സമയപരിധി മൂലം ഞാൻ നിർത്തുകയാണ്.
ഇത്രയും ചെയ്തു തന്ന തിരുകുമാരനും ഒരുപാട് നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും പത്രം കൊടുത്തുകൊണ്ടിരുന്നതൊക്കെയും ഓൺകോളജി പേഷ്യൻസിനൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി കൊടുക്കുമായിരുന്നു. ഞാൻ പള്ളിയിലൊക്കെ ചെല്ലുമ്പം ഇങ്ങനെ കുറേ പത്രങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അതെടുത്തിട്ട് ഞാൻ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു പത്രം. വെച്ചാൽ പള്ളിയിൽ നമ്മൾ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണല്ലോ വരുന്നത്, മാതാവിനെ അറിയാവുന്നവർ. അറിയാൻ വേദത്തിലേക്ക് എത്തിക്കണം എന്നുള്ളൊരിതിൽ ഞാൻ പുറത്തിറങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. അതേപോലെ ഒരു കൃപാസന മാതാവ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട് ഇപ്പോൾ എനിക്ക്. പിന്നെ എന്നെങ്കിലാവുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവർക്കും ഒരുപാട് സഹായം ചെയ്യുമായിരുന്നു. എന്നിലാവുന്ന വിധത്തിൽ ഞാൻ എമൗണ്ടൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ അമ്മ എനിക്ക് ചെയ്തു തന്ന ഈ ഒരു വലിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവരുടെ എല്ലാവരുടെ ഞാൻ പറയുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദേവമാതാവിനും തിരുകുമാരനും 1000 നന്ദിയോട് സമയം നിർത്തുന്നു.